അങ്ങനെ ഇതാ 3 പിള്ളേരും കൂടിയിട്ട് നമ്മ എവിടെക്കാണ് വന്നുള്ളത്? ഓക്കെ, ദിബയുടെ കളി കാണാൻ വേണ്ടിട്ട് മുന്നേ അങ്ങ് വന്നിരുന്നതാണ്. മക്കളായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണാൻ വരുന്നത്. അതുപോലത്തെ കളി. പക്ഷെ ഇത് ഫ്രണ്ട്ലി മാച്ച് ആവും, ചിലപ്പോ ടൂർണമെന്റ് ആവില്ല. അങ്ങനെ ഇതാ ഫിറും കുട്ടിപ്പട്ടാളങ്ങളും കൂടി നടക്കുന്നു. ഞങ്ങള് കളി കാണാനുള്ള ഊർജം നേടിയെടുത്ത് വന്നിക്കാണ്. നോമ്പല്ലേ, പക്ഷെ അയാള് സമ്മതിക്കും അറിയില്ല. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് നോമ്പായ കാരണം നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മള് അപ്പൊ നമ്മളിവിടെ ഹാഫ് ടൈമിന്റെ ടൈമിലാണ് എത്തിയത്. അപ്പൊ പ്ലേയേഴ്സൊക്കെ ഹാഫ് ടൈം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് റെഡ് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ പറയണെന്ന് അറിയില്ല. നമ്മളെ റുവിൻ ടീംസ് ഒക്കെ ഇവിടെ റഹാൻകുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. റഹാൻകുട്ടൻ ഒരു ഫാമിലി ഇവിടെ ഇരിക്കുന്നുണ്ട്, ചെറിയൊരു ഫാമിലി. പിന്നെ ആ സൈഡിലാണ് അധികം ആൾക്കാർ. ഇപ്പൊ നോമ്പിന്റെ ഒരു ഫ്രണ്ട്ലി മാച്ച് ആവും. ഏതൊക്കെയാണിത്? ഗൾഫ് യുണൈറ്റഡും ദിബാഫ്സിയുടെ കളി. ഗൾഫ് യുണൈറ്റഡ് ദിബാഫ്സി ബ്ലൂ ആണ് നമ്മുടെ ഈ ടീം. അപ്പൊ നമ്മള് ദിബാണ്. ആരും ഒന്നും അടിച്ചിട്ടില്ല ഗൈസ്. എന്തായാലും നമ്മളെ ദിബ ഗോൾ അടിച്ച്. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വ്ളോഗ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അടിച്ചത്. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അതാ ദിബ 1, ഗൾഫ് യുണൈറ്റഡ് 0. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഗോള് നോക്കട്ടെ. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളുടെ ടീം ഗോൾ അടിച്ച് അത്രേ ഉള്ളൂ. അതെ 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 അതെ. ഗൈസ്, ഗൾഫ് യുണൈറ്റഡ് തിരിച്ചടിച്ചിരിക്കുകയാണ്. അതും നമ്മുടെ ടീംസൊക്കെ ഇതാ നിരാശരായിട്ട് നിൽക്കുന്നു. ചെറിയൊരു മിസ്റ്റേക്ക് സംഭവം വീണ് അവർ മുതലാക്കി. അങ്ങനെ റൂവിൻ രഹാനും അവിടെ കളിക്കായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? തന്ന് നമുക്ക് എല്ലാവർക്കും ചുവങ്ങം തന്നു ഗൈസ്. ഞങ്ങൾക്കൊന്നുമില്ലല്ലോ, ഗ്യാസ് ഉണ്ടല്ലോ അല്ലേ. അപ്പൊ ഞങ്ങളും ചുവങ്ങൊക്കെ ചമച്ച് ഇങ്ങനെ ഹാപ്പി ആയി കളി കാണാണ്. അവസാന ഘട്ടത്തിലായ ദിബ ജയിച്ച് 2 ജയിച്ചിരിക്കുകയാണ്. അല്ല 2-1 അവസാന ഘട്ടത്തിലാണ്. അപ്പൊ എന്താണ്, ദിബ ജയിക്കും തന്നെയാണ് പ്രതീക്ഷ മിക്കവാറും. യെല്ലോ കാർഡ് കൊടുത്തിരിക്കുകയാണ്. യെല്ലോ കാർഡ് കൊടുത്തില്ല. ദിബ 3 അടിച്ചിരിക്കുകയാണ്. 3 അതിന്റെ സന്തോഷത്തിലാണ് എല്ലാരും. അങ്ങനെ കളി അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ബബിൾഗം തന്ന ടീമാണ് പോണത്. കഴിഞ്ഞ് 90 മിനിറ്റ് കഴിഞ്ഞ് സ്കോർ ബോർഡ് 3 അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ആടല്ല പോവാണ്. റുവാന സ്റ്റെപ്പ് ഇടും മറ്റേ. വിജയാണ് ഉണ്ടായിരിക്കുന്നത്. അടിപൊളിയാണ്. അപ്പൊ ഇന്ന് കളി കാണാൻ വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. 3-1 നമ്മൾ ജയിച്ചിട്ടുള്ളത്. ദിബാഫ്സി 3 ഗോളുകളോട് കൂടിയിട്ടാണ് ജയിച്ചത്. നല്ലൊരു കളി. അവിടെ ഭയങ്കര ആരവത്തിലാണ് ഫാൻസ്.
റഹാൻ ഭയങ്കര സ്റ്റെപ്പിലാണ്. ജയിച്ചതിന്റെ ആഘോഷമാണ് റഹാന്റെ. റൂം പോയിട്ടാണ് റൂം പോയിട്ട് ഡാൻസ് എന്റെ ആരവത്തിലാണ്. ആഘോഷത്തിന്റെ പടക്കങ്ങളൊക്കെ പൊട്ടിത്തെറിക്കൽ ഒടുങ്ങി കഴിഞ്ഞ ഇല്ല. ജയത്തിന്റെ സന്തോഷവും ആർപ്പുവിളികളുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റുവ ഇറങ്ങി. അങ്ങനെ ഞങ്ങളിതാ പോവാണ്, പുറത്തിറങ്ങാണ്. കളി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഷെമിക്കാടെ അടുത്ത് പോയി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ആളുടെ അടുത്ത് കുറേ ഫുഡ് ഇങ്ങനെ കിട്ടും. അറിയാളുടെ അടുത്ത് സ്വീറ്റ്സ് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ സ്വീറ്റ്സ് ഇല്ല. പക്ഷെ ഞങ്ങൾ ഫേവറേറ്റ്, എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ചെമ്മീൻ. ക്രീമി ആയിട്ട് കുക്ക് ചെയ്തിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പരീസ് ഉണ്ട്. എന്താ അറിയില്ല, എന്താ അറിയില്ല. വലിയ മോഡല് എന്തോ സാധനമാണ്. അപ്പൊ സൂപ്പർ ടേസ്റ്റ് ഞങ്ങൾ അടിക്കട്ടെ കേട്ടാ. അപ്പൊ എന്താ പറയണ്ട്, ക്ഷമിക്കത വീണ്ടും വിളിച്ചിട്ട് ഞങ്ങളെ ഒരുപാട് സംഭവങ്ങള് ഭയങ്കര ഉറങ്ങിക്കിടന്നിരുന്നു. ഞാൻ നീറ്റ് താത്താരെ വീണ്ടും കുഴഞ്ഞിരുന്ന് സംസാരിക്കുന്നു. ഞാൻ ക്ഷമിക്കാനായിട്ട് തന്നെ വണ്ടിയിൽ പോയിട്ട് എല്ലാ വീട്ടിൽ നിന്നും വാങ്ങിക്കൊടുന്നത്. ഒരുപാട് മിഠായി കാണിച്ചു കൊടുക്കും. ഇതാ 5 പാക്കറ്റ് ബിരിയാണി. ഇത് റിയാസ്കൊക്കെ ഒന്ന് തകർക്കും. അതെ അതെ അതെ. ഇത് നമ്മളെ ഫുജേറ ജഡ്ജിന്റെ വീട്ടിന്നാ. ജഡ്ജില്ലേ തടപ്രഥമേ അടയാണോ എന്താന്ന് അറിയില്ല. എന്താമ്പോ സമൂസ പൊരിച്ച. ഓ താത്താടെ മെയിന്. അതെ അതെ അതെ. പിന്നെ ഇനി എന്താ ഇഞ്ഞുണ്ട് ഇഷ്ടം പോലെ മിഠായി കണ്ടിട്ട് ഇവര് പൊട്ടിച്ചോ. നല്ല വെള്ളം, നല്ല കുടിവെള്ളം, വെള്ളം, വെള്ളം. പിന്നെ എന്തോ കേക്കാവും, മിക്കവാറും കേക്കാവും. കേക്കാവാൻ വേണ്ടിട്ട് ഓരോ നേരം. ആ അത് നല്ല സാധനമാണ്. സൂപ്പർ സാധനം. ഉണ്ട് ഉണ്ട്, അതിന്റെ ഉള്ളിലുണ്ട്. വരും നെക്സ്റ്റ് അതെന്താ കൊറേ ഷവർമ്മ. പിന്നെ നേരത്തെ അതിനെ കാണിക്ക്. അത് 5 ബിരിയാണി. 5 ബിരിയാണി. ഇന്ന് ഞങ്ങൾക്ക് ഉത്സവമാണ് ഇവിടെ. ഞങ്ങള് ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ കഴിക്കും. പെരുന്നാള് പോലെയാണ്. ഇരുന്ന് കഴിക്കാം. പിന്നെ ഇതാണ് പ്ലാന്. തിന്നല് വെറും തിന്നലാണ് പ്ലാന്. അതിലെന്താ ഷവർമ്മ. പിന്നെ അടുത്തതായിട്ട് വെരി സ്പെഷ്യൽ ഇന്ന് ഭയങ്കര സംഭവമായിട്ടൊന്ന്. ഒരു രക്ഷയില്ല. പറയാം. ഞങ്ങളൊന്ന് കഴിച്ചോക്കട്ടെ, എല്ലാതും ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മള് അത്യാവശ്യം ഒരുപാട് ഫുഡ് കിട്ടിയ കാരണം നമ്മളൊരാൾ തന്ന ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. അതും ഇങ്ങനെ റമദാൻ മാസത്തിലൊക്കെ കിട്ടുന്ന പ്രത്യേകിച്ചും ഒരുപാട്. നമ്മൾ നാളെ കച്ചറയിലേക്ക് ഇട്ടിട്ട് അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ കളിക്കാൻ പോണ പ്ലേയേഴ്സിൻ്റെ അവർ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവരെ ഗ്രൂപ്പിലിട്ട്, അപ്പോൾ അവർക്ക് 2-3 ആൾക്കാർക്ക് വേണം. അപ്പോൾ അതാ ഇത്രയും ഫുഡ് 4-5 ബിരിയാണിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നല്ല കാര്യം അല്ലേ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നോട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൊടുത്തിട്ട് ബാക്കി ഓക്കെ.